ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പായസമാണ്. ഒരു ചരുവത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇതിലേക്ക് അരക്കപ്പ് ചൗരി ഇട്ട് കൊടുക്കാം. ഈ ചൗരി ഒന്ന് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെ അടിക്ക് പിടിക്കും. നന്നായി വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കാൻ വയ്ക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ശർക്കര അവിടെ നിന്ന് കുറുകട്ടെ. നമുക്കിനി ഒരു പൈനാപ്പിൾ എടുത്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. നന്നായി ഉരുകി വന്നിട്ടുണ്ട് ശർക്കര. ഇനി ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും 2 ടേബിൾ സ്പൂൺ ശർക്കര, അര ഗ്ലാസ് വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഒരു ഉരുളി വയ്ക്കാം. ഉരുളി വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പായസം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി ഒരു മിക്സി എടുത്ത് മിക്സിയിലേക്ക് ജീരകം, ഏലക്ക, ചുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ പറ്റി. ഇതിലേക്ക് നമുക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2 പാൽ ഒഴിച്ച് നന്നായി തിളച്ച് പറ്റട്ടെ. നമ്മളതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കുറുകി വരണം. നല്ലപോലെ കുറുകി വന്നിട്ട് അടുത്ത പാലൊഴിക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും ചുക്കും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി കുറുകുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാൽ ഒഴിച്ച് ഒരുപാട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് നന്നായി വറുത്തെടുക്കാം. നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം തയ്യാറാക്കി നോക്കണേ. ഇനി ഒരു ചെറിയ ഉപ്പ്, ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം ഇനി അടുത്ത ഒരു വീഡിയോ ആയി വരുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.